ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതെന്ന് കണ്ടു നോക്കൂ. Will. Will is another commonly used model verb. Will എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന മോഡൽ വേർബ് ആണ് will. ഭാവിയിൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് മൊമെന്റ്, ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാൻ, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ ഉപയോഗിക്കുന്ന മോഡൽ വേർബ് ആണ് will. Few examples are he will go tomorrow. He will go tomorrow. അവൻ നാളെ പോകും. Will he go tomorrow? അതെങ്ങനെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. Will he go tomorrow? അവൻ നാളെ പോകുമോ? He won't go tomorrow. അതിന്റെ ആൻസർ he won't go tomorrow. അവിടെ won't, will not എന്നല്ല പറയാ, won't എന്നാണ് പറയാ. He won't go tomorrow. അവൻ നാളെ പോകില്ല. I will call you. I will call you. ഞാൻ നിങ്ങളെ വിളിക്കും. അതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുന്നത്? Will you call me? Will you call me? നിങ്ങൾ എന്നെ വിളിക്കുമോ? I won't call you. അതിന് നെഗറ്റീവ്, അതായത് ഐ വോണ്ട് കോൾ യു, ഞാൻ നിങ്ങളെ വിളിക്കില്ല. ഷീ വിൽ സ്റ്റഡി. ഷീ വിൽ സ്റ്റഡി, അവൾ പഠിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആക്കി എങ്ങനെ ചോദിക്കുന്നത്? വിൽ ഷീ സ്റ്റഡി? വിൽ ഷീ സ്റ്റഡി, അവൾ പഠിക്കുമോ? ഷീ വോണ്ട് സ്റ്റഡി. ഷീ വോണ്ട് സ്റ്റഡി, അവള് പഠിക്കില്ല. ദേ വിൽ കം ടുമാറോ. ദേ വിൽ കം ടുമാറോ, അവൾ നാളെ വരും. അവർ നാളെ വരും. വിൽ ദേ കം ടുമാറോ? വിൽ ദേ കം ടുമാറോ, അവർ നാളെ വരുമോ? ദേ വോണ്ട് കം ടുമാറോ. They won't come tomorrow. She will go to school. She will go to school. അവൾ സ്കൂളിൽ പോകും. Will she go to school? അവൾ സ്കൂളിൽ പോകുമോ? She won't go to school. She won't go to school. അവൾ സ്കൂളിൽ പോകില്ല. She will paint. She will paint. അവൾ വരയ്ക്കും. Will she paint? Will she paint? അവൾ വരയ്ക്കുമോ? അവൾ പെയിന്റ് ചെയ്യുമോ? She won't paint. She won't paint. അവൾ പെയിന്റ് ചെയ്യില്ല. ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. വിൽ യു ഹെൽപ്പ് മീ? വിൽ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ? ഐ വോണ്ട് ഹെൽപ്പ് യു. ഐ വോണ്ട് ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കില്ല. ഓക്കെ. സിമിലർ ടു ക്യാൻ, കുഡ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. കുഡ് യൂസ് ചെയ്യുന്നത് കൂടുതൽ പൊളൈറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കുഡ് എന്ന് പറയുന്ന മോഡൽ വേർബ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വിൽ ലുക്ക് ഇൻ ടു ദ എക്സാമ്പിൾസ്. കുഡ് യു സിംഗ് സോങ്? കുഡ് യു സിംഗ് സോങ്, നിനക്ക് പാട്ട് പാടാമോ? നിനക്കൊരു പാട്ട് പാടാമോ? യെസ് ഐ കുഡ് സിംഗ് song. Yes, I could sing song, or no, I couldn't sing song. Could you drive car? Could you drive car? നിങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയുമോ? Yes, I could drive car. No, I couldn't drive car. Could he dance? Could he dance? അവന് ഡാൻസ് ചെയ്യാൻ കഴിയുമോ? Yes, he could dance. No, he couldn't dance. Could she draw a picture? അവൾക്കൊരു ചിത്രം വരയ്ക്കാമോ? Could she draw a picture? Yes, she could draw picture. No, she couldn't draw picture. Could he run speedily? Could he run speedily? അവന് വേഗത്തിൽ ഓടാൻ കഴിയുമോ? Yes, he could run speedily. No, he couldn't run speedily. Could you stop talking? Could you stop talking? നിങ്ങൾക്ക് സംസാരിക്കുന്നത് നിർത്താമോ? Yes, I could stop talking. അല്ലെങ്കിൽ No, I couldn't stop talking. Could you tell me your name? Could you tell me your name? Yes, I could tell you my name. I could tell you my name. Or no, I couldn't tell you my name. Okay? ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ക്ലാസ് എടുത്ത് തരിക. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവനും ഷുവറായിട്ട് പഠിക്കാൻ കഴിയും. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും, അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.